welcome to Nasco Simmons Puthan Kutikupayam powered by Aadhar Gold and Diamonds presented by Kiwi Ice Creams. ഇന്നത്തെ പുത്തൻ കുട്ടിക്കുപ്പായത്തിൻ്റെ ഈ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈകാതെ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻസിലേക്ക് പോകാം. അതിനു മുമ്പ് ഐ ഇൻവൈറ്റ് എ പെർമനന്റ് പാനൽ ഓഫ് ജഡ്ജസ്, ഫൈസൽ മാഷ്, രഹനത്ത ആൻഡ് അൻവർക്ക, നമ്മുടെ ഓർക്കസ്ട്ര ടീം. സോ കണ്ടസ്റ്റൻസ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ തകർത്ത് പാടാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ പെർഫോമൻസിനായിട്ട് ഐ ഇൻവൈറ്റ് ഹിബ. ഹിബ, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. നല്ല വിശേഷം. അപ്പോൾ ഇത് ലാസ്റ്റ് പാട്ടാണോ? ആ ഓക്കെ. ഏത് പാട്ടാ പാടുന്നത്? ഏത് റൗണ്ടിലാണ് പാടുന്നത്? കല്യാണപ്പാട്ട് മൈലാഞ്ചിരാവിന്. ഓക്കെ. അപ്പം കഴിഞ്ഞ മുന്നത്തെ പാട്ട് നമുക്ക് അത്ര ഫേവറബിൾ അല്ലായിരുന്നു അല്ലേ? അപ്പോൾ ഇത്തവണ അടിച്ചു പൊളിക്കും, തൂക്കിടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.
ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടേ പെർഫോം ചെയ്യുള്ളൂ എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. ഉണ്ടല്ലേ ഉണ്ടല്ലേ കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന്. ചെയ്തിട്ടുണ്ട്. നല്ലോണം ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടിയോ നമുക്ക് നോക്കാം. അൻവർക്ക ഇപ്പാ ഓ പിടിക്കാമല്ലോ. താങ്ക് യു. കഴിഞ്ഞ പാട്ട് പാടിയപ്പം 2 പ്രാവശ്യം ചറുക്കി എവിടെയൊക്കെ വീണ് നശിപ്പിച്ച് ഒരു ചാൻസൊക്കെ ഇങ്ങനെ ചോദിച്ച് അത് നമ്മൾ വേറെ രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് അതങ്ങ് മടക്കി വിട്ടപ്പം തിരിച്ച് ഇത്രയും ഭംഗിയായി പഠിച്ച് വൃത്തിയാക്കി കലക്കൻ ഒരു പാട്ടുമായിട്ട് വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. നന്നായി പാടി. താങ്ക് യു സർ. അബൂട്ടി മാഷിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലുണ്ടല്ലേ, അത് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യായിരുന്നു. ഇങ്ങനത്തെ പ്രോഗ്രസ് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ ആ ഒരു ശൈലി ഈ പാട്ടിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതാണ് ഈ പാട്ടിൻ്റെ ബ്യൂട്ടി. പലർക്കും പല ടൈപ്പിൽ പലരും സംഗീതം ചെയ്യാറുണ്ട്. ഒരൊറ്റ പോക്കിൽ പോകുന്ന പാട്ടുകളുണ്ട്. ഇതുപോലുള്ള ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പല വഴിക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് പല്ലവി കയറുന്ന ആ സ്റ്റൈലിലുള്ള പാട്ട് ഇത് അബൂട്ടി മാഷിൻ്റെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പാട്ട് സെലക്ട് ചെയ്തതിൽ സന്തോഷമുണ്ട്. നന്നായി പാടി മോളെ, നന്നായി പാടി. താങ്ക് യു സോ മച്ച്. രഹനത്ത ഹിബ ചിത്ര ചേച്ചിയുടെ അല്ലേ ചേച്ചി പാടിയ എനിക്ക് തോന്നുന്നു ഔട്ടി മാഷ് കുറേ പാട്ടുകൾ ചെയ്തിട്ടില്ലേ, ഒപ്പന പാട്ടുകൾ. അതെ, OM മാഷും അല്ലേ, 2 പേരുടെ കൂട്ടുകെട്ടില്. ഇത് വാപ്പുക്കയാ? ഓക്കെ. പക്ഷെ OM മാഷിന്റെ ഉണ്ട്, കുറേ ഉണ്ട്, ഒരുപാടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഹിറ്റായിട്ടുള്ള ആ കൂട്ടുകെട്ടിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഇതിപ്പം ബാപ്പുക്ക് എഴുതി ഔട്ടി മാഷിന്റെ സംഗീതത്തിൽ നല്ലൊരു എനിക്ക് പിന്നെ ചിത്രേച്ചിയുടെ ആ ഒരു സീരീസിൽ ഒരുപാട് പാട്ടുകൾ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പം മോളെ എനിക്ക് തോന്നുന്നു ആ സ്പിരിറ്റോട് കൂടി അന്ന് ഇവിടുന്ന് പറഞ്ഞു ഞാൻ അല്ലേ, ഭയങ്കര ഉള്ളിൽ നല്ല ബോൾഡ് തന്നെയാണ് ഹിബ. അതാ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു മിടുക്കിയായിട്ട് തന്നെ വന്ന് പഞ്ചില്. അതെ, ആ കോറസിനെയും തിരുമ്പി വന്നിട്ട് എന്നെ സൊല്ല് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇമ്പാക്റ്റ് ആണ്. അടിപൊളി. അതെ, അത് ആ കോറസിനെയും ഒക്കെ അങ്ങോട്ട് മെരുക്കിയെടുത്ത് അവിടുന്ന് ഈ ഹിബ പാടി അതിന് അവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പാടിയിട്ടോ മക്കളെ, നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്തു. പിന്നെ അനുപല്ലവി ചരണത്തിലൊക്കെ കൊടുക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നല്ല വിഷ്വൽ എനിക്ക് തോന്നുന്നു നല്ല ഭംഗി ഉണ്ടാവും അതിങ്ങനെ കാണുമ്പോൾ. നന്നായിട്ട് തന്നെ എന്തെന്നാ പറയാ, തിരുമ്പി സൊല്ല് അല്ല വേറെയും പറയില്ലേ, തിരുമ്പി വந்தாച്ചെന്നോ അങ്ങനെ പറയും. നീ അങ്ങനെ പറയാം. இந்த ஆளு அங்கே വയനാട് തമിഴ്നാട് പക്കോ അല്ലേ? ഓക്കെ, തമിഴ്നാട് നീലഗിരിയുടെ ഹിബ അസൽ പാലക്കാടാണ്. ഹിബ സംസാരിച്ച ശരിക്ക് പാലക്കാട് ഭാഷയും കൊണ്ട് ശരിക്കും ഇങ്ങോട്ട് വരും. തമിഴ് മനസ്സിലാവുമല്ലോ, വണ്ടിത്താവളം അല്ലേ മോള്? സ്റ്റേജിക്ക് 2 പേരും തമിഴിനോട് ഭയങ്കര അഭേദ്യമായ ബന്ധമുള്ള ആളുകളാണ്. 2 പാലക്കാടായാലും വയനാടായാലും നീലഗിരി ആയാലും. ഇത് നീലഗിരി വണ്ടിത്താവളം എന്ന് പറയുമ്പോൾ മീനാക്ഷിപുരം പിന്നെ പൊള്ളാച്ചിയായി, അപ്പം ഏകദേശം അറിയും. അതാണ്. അപ്പൊ എന്തായാലും തിരിച്ചു വന്നത് സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഫൈസൽ മാഷേ, നല്ലൊരു സെലക്ഷനാണ് ഈ പാട്ട്. ഈ ഒപ്പനപ്പാട്ടുകൾ നമ്മുടെ സാധാരണ കാണുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, ഈ ചായൽ മുറുക്കം ഇടമുറുക്കം. സാധാരണ നമ്മൾ ഒപ്പനപ്പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പാട്ടുകൾ. അപ്പോൾ ഇത് അബൂട്ടി മാഷ്, OM മാഷ്, ബാപ്പുക്കയുടെ ടീമിൽ എനിക്ക് തോന്നുന്നൊരു 10ഓളം ആൽബങ്ങൾ പുറത്തിട്ടുണ്ടാവും. ചിത്ര ചേച്ചി തന്നെ പാടിയിട്ട് മണവാട്ടി, കസവ്, പട്ട്. ഇത് പട്ടാണ്. പട്ട് എന്ന് പറയുന്നൊരു ആൽബത്തിലെ പാട്ടാണ്. ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അതിൽ ചിത്ര ചേച്ചി അത് ഭംഗിയായി പാടിയും വെച്ചിട്ടുണ്ട്. ചിതമോടെ എന്നൊക്കെ പറഞ്ഞ പാട്ട് കേട്ടില്ലേ, ചിതമോടെ. അതുപോലെ മധുമങ്കാതര, പുഞ്ചിരി കാണുവാൻ എന്തഴക് പോലെയുള്ള ഇഷ്ടം പോലെ പാട്ടുകളുണ്ട്. അബൂട്ടി മാഷ് ചെയ്ത് തന്നെ ചിത്രേച്ചി പാടി. വാപ്പുപള്ളി ഉറമ്പിൻ്റെ നല്ലൊരു പാട്ടാണിത്. മോള് പിന്നെ ഇവർ പറയുന്ന പോലെ ഗംഭീരമായിട്ട് തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമുക്കൊരു ചെറിയൊരു അബദ്ധം സംഭവിക്കുമ്പോൾ അത് തിരുത്തി. ചില ആളുകൾ അതിലങ്ങ് ഡൗൺ ആകും. അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് ഇതല്ല ഞാൻ എന്ന് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പറഞ്ഞ കമൻസൊക്കെ, മുമ്പ് പറഞ്ഞ കമൻസൊക്കെ അത് എന്താ പറയുക, ശിരസാ വഹിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു തിരിച്ചറിവാണ്. അതാണ് മോളുകൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഗംഭീരം. ഈ ഒരു നോട്ടിലല്ല ഈ പാട്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഏതായാലും മോള് ഈ ഒരു ലെവലിൽ
ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷേ അത് അതുപോലെ അവതരിപ്പിക്കുകയും വേണം. അതിലാണ് മോളുടെ ഒരു വിജയം. ഓക്കെ, താങ്ക് യു മാഷെ. അപ്പൊ എല്ലാവരും ഒരേപോലെ പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ തിരിച്ചു വന്നു, പഴയൊരു ഫോമിലേക്ക് എത്തി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ അത് നമുക്ക് മാർക്കിലും ഉണ്ടോ നോക്കാം. അപ്പൊ കഴിഞ്ഞാണ് നമുക്ക് മാർക്ക് നമ്മൾ ഇത്തിരി സങ്കടപ്പെട്ടു അല്ലേ. ഇപ്പൊ റെഡി ആവും. ഓക്കെ, അൻവർക്ക മാർക്ക് തരണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു പാട്ട് പഠിച്ചാലോ? പഠിക്കാം, നോക്കാം. കഴിഞ്ഞ പാട്ട് മറന്നേക്കണേ. സിമ്പിൾ പാട്ടാണ്. അങ്കിള് സിനിമയിൽ പാടിയ ഒരു പാട്ടാണ്. മൈലാഞ്ചി മഞ്ചുള്ള വീട് എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട്. പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞേ, പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞേ, മുറ്റത്തെ മുല്ലയ്ക്കും പൂ നിറഞ്ഞേ, മുറ്റത്തെ മുല്ലയ്ക്കും പൂ നിറഞ്ഞേ, ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ, ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ, മുഞ്ചത്തി മാണിക്കക്കണ്ണാളെ, മുഞ്ചത്തി മാണിക്യ കണ്ണാളെ, റങ്കിൻ താമരത്തേനാളെ, രംഗിൻ താമരത്തേനാളെ, താഴത്ത് നോക്കാതെ താഴത്ത് നോക്കാതെ, നിന്റെ പൂമിഴി പൂട്ടാതെ. നിന്റെ പൂമിഴി പൂട്ടാതെ. അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പാടി. ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞേ, മുറ്റത്തെ മുല്ലയ്ക്ക് പൂ നിറഞ്ഞേ, ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ, മുഞ്ചത്തി മാണിക്യ കണ്ണാളെ, റങ്കിൻ താമരത്തേനാളെ, താഴത്ത് നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ. പറഞ്ഞതൊക്കെ കറക്റ്റായിട്ട് പാടി. അതുകൊണ്ട് 20. 20 ഔട്ട് ഓഫ് 20. അപ്പോ ഒരു പ്രതീക്ഷയാണ് നമ്മൾ ആ കാണുന്നത്. ഓക്കെ, രഹനത്ത ഔട്ട് ഓഫ് 40. 38.5. 38.5 out of 40 and 38.5. 38.5 out of 40 and total out of 100 97 out of 100 ആണ് ഹിബ സ്കോർ ചെയ്തിരിക്കുന്നത്. ഹാപ്പി? സങ്കടം ഉണ്ടോ 97 കിട്ടിയിട്ട്? ഒന്നും ചിരിക്കുന്നില്ല തുറന്ന്. ഹാപ്പി ആണോ? നല്ല സ്ട്രോങ് ആയിട്ട് പറയും. ഹാപ്പി ആണെന്ന് പറയും. ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ഹിബ കാണുന്ന ഒരു പ്രവൃത്തിയിലില്ലാത്തപോലെ അല്ലേ, ഒരു ഉഷാറില്ലാത്തപോലെ സംസാരിക്കുമ്പോൾ, പാട്ടിലല്ല സംസാരിക്കുമ്പോൾ. 100-ലധികം പ്രതീക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഹിബയുടെ 5th പെർഫോമൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ ഇനി എന്താണ് നമ്മൾ പോകാൻ പോകുന്നത്? എങ്ങോട്ടാണ് അറിയോ? ഇനി ഗസ്. ഒരു എലിമിനേഷൻ പ്രോസസ്സ് വരും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി അടുത്തടുത്ത് മുന്നേറി പോവാൻ. എന്തായാലും ഹിബ ഇപ്പോൾ ഉള്ള പെർഫോമൻസിലെ മാർക്കൊക്കെ നല്ല കിടലൻ മാർക്സ് ആണ്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഹിബയുടെ ഒരു മനോഹരമായ പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്തതായി പാടാൻ എത്തുന്നു ധിയ. ദിയ ചുവന്ന നിറത്തിൽ കുളിച്ച് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കളർ. താങ്ക് യു. ഏത് പാട്ടാ പാടുന്നത്? ഒരുപാട് പറയാനുണ്ടായി. ഓക്കെ, പ്രണയഗാനം റൗണ്ടിലാണോ? ആണല്ലേ. ഓക്കെ, അപ്പൊ ഇത് എത്രാമത്തെ പാട്ടാ? അഞ്ചാമത്തെ പാട്ടാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ അഞ്ചാമത്തെ പാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശ്രദ്ധിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
എനിക്ക് ചില സ്ഥലത്തൊക്കെ രോമാഞ്ചൊക്കെ വന്നു. ഭയങ്കര ഫീല് നമുക്കിങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കമന്റ്സ് കേൾക്കാൻ. അൻവർക്ക മോളെ ഓ ഉഗ്രരായിട്ട് പാടി കേട്ടോ, നല്ല മൂടുള്ള പാട്ട്, കറക്റ്റ് ശ്രുതിയിൽ, ശ്രുതിയൊന്നും ഒന്നും കറക്റ്റ് റിയൽ ശ്രുതിയിൽ കറക്റ്റായിട്ട് പാടും. നല്ല അത്തിരി ഹൈ ആണല്ലേ. ഒരുപാട് ഒന്നും മിണ്ടാതെ നാം പിരിഞ്ഞു. എന്ത് സുഖമുള്ള ട്യൂൺ അല്ലേ, എന്ത് രസകരം. അതുപോലെ തന്നെ പാടി കേട്ടോ മക്കളെ, കലക്കനായിട്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇതുപോലെ ഒരു പാട്ടിനെ എടുത്ത് വേറെ ഒന്നും ചെയ്യാതെ, ശ്രുതി കുറയ്ക്കാതെ അതേ ശ്രുതിയിലൊക്കെ നിങ്ങൾ പാടുമ്പോഴേ ഞങ്ങൾക്ക് ഞങ്ങൾ പാട്ടുകാരാണ്, ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് ഞങ്ങളെ സ്ഥാനത്ത് ഇരുന്നാലേ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. ഉഗ്രനായിട്ട് പാടി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മക്കളെ. ഇത് കണ്ടിന്യൂ ചെയ്യുക. നല്ല ശ്രുതിക്ക് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് നല്ല ശ്രുതിയിലുള്ള പാട്ടുകൾ, ഇത്തിരി ഹൈ ആയിട്ട് വരുന്ന പാട്ടുകൾ പാടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. മോളെ പേര് മറന്നുപോയി. ദിയയ്ക്ക് ഒരുപാട് ഇങ്ങനത്തെ പാട്ടുകൾ, ഇത്തിരി ഇതായിട്ട് വരുന്ന പാട്ടുകൾ സുഖമായിട്ട് പാടാൻ പറ്റും. ഫ്യൂച്ചറിൽ നല്ലൊരു സിംഗറായി മാറും എന്നൊരു പ്രതീക്ഷയോടെ ഉണ്ട്. നന്നായി മോളെ. താങ്ക് യു ക. രഹനത്ത. ദിയ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോളെ. കാരണം മോൾക്ക് എന്താ പറയാ, മോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചോ, മോള് നല്ലൊരു പാട്ടുകാരി ആവും അല്ലേ? കാരണം എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. കാരണം നല്ല ഹൈ കിട്ടുന്നു, നല്ല ഫീല് അതിലൊക്കെ കൊടുക്കുന്ന ചില സ്ഥലമൊക്കെ നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു പാട്ട് സ്റ്റുഡിയോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവില്ലേ ചിലൊരു എഫക്റ്റ് ഇല്ലേ, അതുപോലെ അതിൽ ചില സ്ഥലത്ത് ആ വോയിസ് കൂടെ അങ്ങ് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അത്രയ്ക്ക് എനിക്ക് ചില സ്ഥലത്തൊക്കെ കേട്ടോ മോളെ അസാധ്യമായിട്ട്. പിന്നെ എന്തൊരു വരികളല്ലേ ഇത്. പ്രേമഗാനമാണോ അതാ? ഇത് അതെ, പക്ഷേ ഇത് എല്ലാം കൂടി വെറും പ്രണയഗാനമല്ല, ഇത് പ്രണയ വിരഹഗാനമാണ്. അതെ, ഒന്നും മിണ്ടാതെ നാം പിരിഞ്ഞു എന്നാ പറയണേ. അതെ പ്രണയം എന്ന് പറയുമ്പോൾ ചേരലാണല്ലോ. അതെ, എല്ലാം ഉള്ളിൽ ഒതുക്കി പിരിഞ്ഞു. ഓക്കെ. നല്ല ഒരുപാട് സ്ഥലത്ത് ഭയങ്കരമായിട്ട് വാപ്പു അവാർഡില്ലേ, വാപ്പുക്ക് അസാധ്യമായിട്ട് എഴുതി. എന്തോ ഇതൊക്കെ സിനിമയ്ക്ക് പോകേണ്ട വരികളാന്ന് എനിക്ക് തോന്നി. അത്രയ്ക്ക് മനോഹരമായിട്ട്. അതെ, എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എനിക്ക് റഹീന പറഞ്ഞ വിഷയം കറക്റ്റാണ്. എന്ത് മാപ്പിളപ്പാട്ട് എഴുതിയിട്ട് സിനിമയിലേക്ക് വന്ന് കുറച്ച് ആളുകളെ ഉള്ളൂ. അതെ, സിനിമാറ്റിക് ആയതുകൊണ്ടാണ് ലിറിക്സ്. പക്ഷെ ഇതും കൂടി അതിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഇതുവരെ കേട്ടപ്പോ തോന്നി. പിന്നെ അതിനൊരു മ്യൂസിക്കും ഗഫൂർ അല്ലേ, ഗഫൂർക്ക് അസാധ്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ കൂടെ പറയുമല്ലോ, അങ്ങനെ പറഞ്ഞു പോയതാ. രണ്ടും ആ വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ നമ്മളെ ദിയക്കുട്ടി അത് പാടിയപ്പോൾ അപ്പം മാഷ ഇതൊരു ഡൗട്ട്, ഇത് പാടിയതാരായിരുന്നു ശരിക്കും? മഞ്ചേരിയാണ് പാടിയത്. മഞ്ചേരി തന്നെ കറക്റ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടാവും അല്ലേ പാടി. നല്ലൊരു അതന്നെ നമുക്ക് അതേ പറയാനുള്ളൂ. മോള് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ. ഇപ്പം എത്ര വയസ്സായി മോക്ക്? 16. പാട്ടൊക്കെ പഠിക്കുന്നില്ലേ അല്ലേ? മോള് സീരിയസ് ആയിട്ട് തന്നെ അതിനെ കണ്ടോളൂ, നല്ലൊരു സിംഗറായിട്ട് മാറും. താങ്ക് യു മാഷേ. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇത് ബാപ്പുക്കാക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ബാപ്പുക്കാരെ വിളിച്ചാൽ ഈ പാട്ടാണ് കേൾക്കുക. അവാർഡിനെ ഫോണിൽ ഈ പാട്ടാണ് സാറിന്. അപ്പോഴാണ് ഞാൻ തന്നെ അത് ആര് പാടിയ പാട്ടാന്നൊക്കെ ചോദിച്ചത്. ബാപ്പു അവാർഡ് നമ്മുടെ ഒരു അൻവർക്ക പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇപ്പോൾ എത്രയോ പാട്ടുകൾ റിയാലിറ്റി ഷോയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ റിയാലിറ്റി ഷോയിലെ എത്രയോ പാട്ടുകൾ അതുപോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അൻവർക്കൻ്റെ പാടിയൊരു പാട്ടില്ലേ, ഏതാണ് ഈ ദീനിൻ്റെ ആശയം, അൻവറും OU ബഷീർ, കണ്ണൂർ ഷെരീഫ്, അൻവർ പാടിയ അതും ബാപ്പു അവാർഡാണ് എഴുതിയത്. ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പം അദ്ദേഹം ഈ കാലഘട്ടത്തിൻ്റെ ഒരു എഴുത്തുകാരനാണ്. കാരണം അങ്ങനെ സിനിമയിൽ വന്നു, എന്നോ ഞാൻ എൻ്റെ മുറ്റത്ത്, ആ പാട്ടൊക്കെ അല്ലേ. അതിപ്പോൾ അങ്ങനെ എത്രയോ പാട്ട് എഴുതിയ അദ്ദേഹം. ഇത് അവരുടെ ഒരു കിനാവിലെ രാജാത്തി എന്നുള്ള ആൽബത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. മഞ്ചേരി എന്ന് പറയുന്ന പാട്ടുകാരി തന്നെ നമുക്കറിയാമല്ലോ, അത് വേറൊരു ലെവലാണ്. അപ്പോൾ മോള് കൃത്യമായിട്ടത് പാടി എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഉള്ള ദിയ അല്ല, ഒരു 2 പാട്ടായിട്ട് വേറൊരു ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. അല്ല, ഒരു താഴണ്ട, മേലോട്ട് തന്നെ പോട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു മാഷേ. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ്, ഫസ്റ്റ് നമ്മൾ കണ്ട റൗണ്ട്സിലൊന്നുള്ള ദിയയല്ല,
ആ മാർക്കും കൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പം അൻവർക്ക ഔട്ട് ഓഫ് 20. ഗഫൂർക്കയുടെ സംഗീതത്തിൽ നിങ്ങൾ മക്കൾ പാടില്ലേ? ഗഫൂർ എം ഖയാം എന്ന് പറയുന്ന വലിയ മനുഷ്യനാണ്. അദ്ദേഹം വലിയ താടിയൊക്കെ വളർത്തി ഇപ്പോൾ ഭീകരമായ രൂപമാണ് ഇപ്പം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പാപ്പു വാവാടുക്കാരനെ എഴുതി അങ്കിൾ പാടിയൊരു പാട്ട് നോക്കാം. എന്നിട്ട് ഞാൻ മാർക്ക് തരാം. നോക്കട്ടെ. ആകാശത്തിടിനാദം ഘോരം, ആകാശത്തിരിനാദം ഘോരം, ഗുഡ്. അലറി വിളിക്കും പാരാവാരം, അലറി വിളിക്കും പാരാവാരം, പാരാവാരം, ഇടയിൽ ചെറുപുൽ, ഇടയിൽ ചെറുപുൽ, കൊടികൾ നമ്മുടെ, കൊടികൾ കൊടികൾ നമ്മുടെ, കൊടികൾ കൊടികൾ നമ്മുടെ, കൊടികൾ നമ്മുടെ, കൊടികൾ 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 നമ്മുടെ, നമ്മുടെ, നെടുവീർപ്പെത്ര നിസാരം, നെടുവീർ നെടുവീർപ്പെത്ര നിസാരം, നെ- നെടു 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 വീർപ്പെത്ര നിസാരം, വീർപ്പെത്ര നെടുവീർപ്പ് നെടുവീർപ്പെ എത്ര നിസാരം, എത്ര നിസാരം, നെടുവീർപ്പ് നെടുവീർ എത്ര നിസാരം. എത്ര നിസാരം. അടിപൊളി. ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഒന്ന് രണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് നീ പാടി തന്നപ്പോൾ നീ പാടി അത് കറക്റ്റ് ചെയ്ത് പാടി. അതുകൊണ്ട് ഒരു കുഞ്ഞ് ഒരു സംഭവം കുറച്ചിട്ട് ബാക്കി അതിനാണ് 19.5. താങ്ക് യു. 19.5 ഔട്ട് ഓഫ് 20. നല്ല സ്കോറാണ്. രഹനത്ത ഔട്ട് ഓഫ് 40. 39.5. താങ്ക് യു. 39.5 ഔട്ട് ഓഫ് 40. മാഷേ 39.5. 39.5 ഔട്ട് ഓഫ് 40. ടോട്ടൽ ഔട്ട് ഓഫ് 100 98.5. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ കഴിഞ്ഞ റൗണ്ടിലും ഈ പറഞ്ഞ കഴിഞ്ഞ മാർക്ക് എത്രയായിരുന്നു? 97. 97. ഒരു 1.5 അങ്ങോട്ട് കൂട്ടി. ഇനി എന്താ ചെയ്യുക? ഇനിയുള്ള റൗണ്ട്സ് നമ്മുടെ എലിമിനേഷനൊക്കെ കഴിഞ്ഞ് ഇനിയുള്ള റൗണ്ട്സിൽ നീ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 തന്നെ ആയിരിക്കണം ലക്ഷ്യം. ഓക്കെ, ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മൾ കണ്ട 2 പെർഫോമൻസസും നല്ല മികച്ച പെർഫോമൻസസ് തന്നെ ആയിരുന്നു. എല്ലാവരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു കുട്ടികളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം എല്ലാവരും ഹൈ മാർക്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു 90+ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസിനായിട്ട് എത്തുന്നു ഫർഹാൻ. ഫർഹാൻ സുഖമായിട്ടിരിക്കുന്നോ? കഴിഞ്ഞ റൗണ്ടിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 91.5. ഓക്കെ, അപ്പം ഈ റൗണ്ട് ഏത് റൗണ്ടിലാണ്? ഇത് പാട്ടാണ് പാടുന്നത്? ഇത് കല്യാണ പാട്ട് റൗണ്ട്. ഞാൻ സഹറത്തുൽ ഫാത്തിമ ബീവി തന്നിക്ക എന്ന ഒരു പാട്ട്. അപ്പോൾ എങ്ങനെയാ, പൊളിച്ച് പാടല്ലേ? ഇത് 5th സോങ്ങാ? അല്ല, 4th സോങ്. ഓക്കെ, അപ്പം നന്നായിട്ട് പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.
തന്നിക്കാഹിൻ അതിർപ്പം പറയാനില്ല. ഷറഫുറ്റ മഹമൂദിൻ പുന്നാരപ്പൂമോൾക്കായി ഒന്നും കൊടുക്കാനില്ല. മക്കത്തെ വീരനലിയാണ് മാരൻ, മുഖ്യപ്രധാനിയായി മുന്തുന്ന ധീരൻ. മക്കത്തെ വീരനലിയാണ് മാരൻ, മുഖ്യപ്രധാനിയായി മുന്തുന്ന ധീരൻ. മുത്ത് റസൂലിന് മരുമോനായി വന്നോർ സ്വർഗത്തിൽ ഫാത്വീമക്കിണയായി കിട്ടി. തങ്കത്തിൽ തീർത്ത മഹറില്ല, ഇന്നും പിരിശത്തിൽ തോർത്ത മണിമാല. മാരനാലി തങ്ങൾ ബീവി സുഹ്റാക്ക് സ്നേഹത്തിൻ പൂന്തേൻ ചാർത്തുന്നേ, കൽബിൽ സ്നേഹത്തിൻ പൂന്തേൻ ചാർത്തുന്നേ. സഹ്റത്തുൽ ഫാത്വീമ ബീവി തന്നിക്കാഹി അതിർപ്പം പറയാനില്ല. ഷറഫുറ്റ മഹമൂദിൻ പുന്നാരപ്പൂമോൾക്കായി ഒന്നും കൊടുക്കാനില്ല. ഈമാനിൻ പൊന്നൂലാൽ നെയ്ത ഹരീറ്, ഇഖ്ലാസിൽ തുന്നിയ പൂന്തട്ടം പവറ്. ഈമാനിൻ പൊന്നൂലാൽ നെയ്ത ഹരീറ്, ഇഖ്ലാസിൽ തുന്നിയ പൂന്തട്ടം പവറ്. ഇമ്പത്തരുൾ ഫാത്വീമ നബിയോർക്ക് കരള്, ഇഷ്ടക്കനി മോളെ നബിയാശ്ലേഷിച്ചേകി. ആളില്ല പലതാളും കോളില്ല, പൂമോളെ കല്യാണത്തിനായി. സ്വർഗീയ ഹൂറികൾ മംഗളം പാടുന്നു, അലിയാർക്കും ഫാത്വീമ സുഹ്റാക്കും. അലിയാർക്കും ഫാത്വീമ സുഹ്റാക്കും. സഹ്റത്തുൽ ഫാത്വീമ ബീവി തന്നിക്കാഹിൻ അതിർപ്പം പറയാനില്ല. ഷറഫുറ്റ മഹമൂദിൻ പുന്നാരപ്പൂമോൾക്കായി ഒന്നും കൊടുക്കാനില്ല. പട്ടും പാകിട്ടും പല കൊട്ടും പാട്ടില്ല, കെട്ടും നിറമട്ടും തിരിവെട്ടങ്ങളുമില്ല. ഒത്തും പണിച്ചെത്തും പൊന്നാഭരണമില്ല. ഫാത്വീമ സുഹ്റാക്ക് നബി ഹാത്തിമിൻ പൂമോൾക്ക്. സഹ്റത്തുൽ ഫാത്വീമ ബീവി തന്നിക്കാഹി അതിർപ്പം പറയാനില്ല. ഷറഫുറ്റ മഹമൂദിൻ പുന്നാരപ്പൂമോൾക്കായി ഒന്നും കൊടുക്കാനില്ല. ഫർഹാനെ നല്ലോണം ശ്രദ്ധിച്ചല്ലേ പാടിയത്? ഓരോ വരി ഇങ്ങനെ ഫർഹാന വേറെ ആരെയും പ്രതീക്ഷയ്ക്കൊന്നും നോക്കാതെ ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. ആ ശ്രദ്ധയുടെ ഒക്കെ റിസൾട്ട് എന്താന്ന് നമുക്ക് പറയാം. ഫൈസൽ മാഷേ, ഇത് കേൾക്കാത്തൊരു കല്യാണപ്പാട്ട്. ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത, ഇത് എഴുതിയത് ബാപ്പു പുള്ളിയറമാണ്. സാധാരണ ഈ കല്യാണത്തിന് മേളങ്ങളെക്കുറിച്ചാണ് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു. നമ്മൾ സാറിന് പറയില്ലേ, തോരണങ്ങൾ, ആഘോഷങ്ങൾ, ബാൻഡ്, സെറ്റ്, പാട്ട്, കൊട്ടും പാട്ടും ഒക്കെ. ഇതൊന്നും ഇല്ല എന്നാ പറയണേ അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പാട്ടും പട്ടും പകിട്ടും പല കൊട്ടും പാടില്ല അല്ലേ? കൊട്ടും നിറമട്ടും തിരി വെട്ടങ്ങളുമില്ല, വെളിച്ചം പോലും ഇല്ല.
ഇത് ശരിക്കും ഒരു മെസ്സേജാണ്. ഇപ്പം നമ്മുടെയൊക്കെ സാധാരണ ഇപ്പോൾ ഈ ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്നത്തെ ഈ കല്യാണം എന്ന് പറയുന്നത് വലിയൊരു ആഡംബരമാക്കി പാവപ്പെട്ടവനെ കഷ്ടപ്പെടുന്ന ഒരു കാലത്ത് ഈ പണത്തിൻ്റെ ഈ പളപളപ്പിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാത്ത ആളുകൾ ആഡംബര ഭ്രമത്തിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു കാലത്താണ് ഈ പാട്ട് വരുന്നത്. ഇതൊന്നുമല്ല കല്യാണം. കല്യാണം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളല്ല. പണമുള്ളവൻ ചെയ്യുകയാണെങ്കിലും പാവപ്പെട്ടവന് അതോട് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ആഡംബര ഭ്രമത്തിനെതിരെയൊക്കെ നമ്മൾ സാധാരണ പല സംഘടനകളും ക്യാമ്പയിനൊക്കെ നടത്താറുണ്ട്. ഇത് ചരിത്രത്തിൽ അതുല്യമായ ഒരു കല്യാണമാണ്. ഫാത്തിമ ബീവി നബിയുടെ മകള് ഏറ്റവും വലിയ പണക്കാരിയായ ഖദീജയുടെ മകളാണ്. പക്ഷേ എന്നിട്ടും ലളിതമായ രീതിയിലാണ് അലിയാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതാണ് പറയുന്നത്. ഇതേപോലെ വേറൊരു പാട്ട് കൊണ്ട് റിയാലിറ്റി ഷോ പുന്നാര മഹമ്മൂദിൻ ആ പാട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ അലിയാര കല്യാണ പുതുമ ചൊല്ല, മുട്ടില്ല വീളിയില്ല കളിയുമില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് വരുന്നൊരു പാട്ടാണ്. അതുകൊണ്ട് ഇത് ശരിക്കൊരു മെസ്സേജാണ്. പാട്ടിൻ്റെ ഓളവും അതിൻ്റെ നമ്മുടെ മേളമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നല്ലൊരു മെസ്സേജാണ് ഈ പാട്ട്. ആഘോഷഭ്രമങ്ങൾക്കെതിരെയുള്ള നമ്മുടെ ഒരു സന്ദേശമാണ്. ഇത് പാടിയതൊരു കൊച്ചുകുട്ടിയാണ് അല്ലേ? അൻസില അസിൻ. ആ കുട്ടി ചില സോഷ്യൽ മീഡിയയിലൊക്കെ താരമാണ്. അസിൻ വെള്ളില അല്ലേ? അനീഫ മുടിക്കൂടിൻ്റെ സംഗീതം. അനീഫയുടെ ഒരു ഏരിയയാണ് ഈ ഇത്തരം പാട്ടുകൾ. കാരണം ഈ ട്രഡീഷണൽ പാട്ടുകൾ പഠിപ്പിച്ച് അനീഫയുടെ മ്യൂസിക്കിൽ ഇതേ വരുള്ളൂ. പക്ഷേ എന്ത് രസമായിട്ടാണ് അതെങ്ങനെ ചെയ്തു വെച്ചതെന്നുള്ളതാണ്. മോനെ കൊണ്ടാവുന്ന വിധത്തിൽ ഗംഭീരമായിട്ട് ഇത് പാടിയിട്ടുണ്ട്. കാരണം പിന്നെ ഇതിന് കുറച്ചുകൂടി ഒരു ആവേശം വരേണ്ട പാട്ടാണ്. അത് കണ്ടില്ലാന്നേ ഉള്ളൂ. രണ്ടും ഇങ്ങനെ അധോഗതിയിലേക്ക് താഴുകയാണെന്ന് ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ആക്ഷൻ കുറച്ചുകൂടി ഒരു അങ്ങനെയൊക്കെ ആവാമായിരുന്നു തോന്നിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു മാഷെ. രഹനത്ത. ഫർഹാൻ, എനിക്ക് ഇതിൻ്റെ സംഗീതം എന്ന് പറയുമ്പോൾ അനീഫയുടെ ഒരുപാട് കുറച്ചൊക്കെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ട്രഡീഷണൽ ട്യൂണുകൾ അനീഫ് ഒരുപാട് ചെയ്യും. എനിക്ക് ഈ പാട്ട് കേട്ടപ്പം അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാരണം ഒരുപാട് ചേഞ്ചസ് ശരിക്കും പല്ലവി തന്നെ ഉണ്ട് തോന്നുന്നു. ഒരു മുകളിൽ താഴെ അങ്ങനെയൊക്കെ വന്നിട്ട്, അപ്പോൾ ആ പല്ലവിക്ക് എനിക്ക് മോൻ പാടി വന്നപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ എനിക്കത് എന്താ പറയുക, ഏകദേശം മോൻ അതിലേക്ക് ക്ലിയർ ആയിട്ടോ. കാരണം മോൻ എനിക്ക് ചെറിയതായിട്ട് ഇങ്ങനെ ശ്രുതിയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് തോന്നും അവിടെ പോയോ, അപ്പുറത്തേക്ക് കിട്ടിയോ, അങ്ങനെയൊക്കെ പറയുന്നൊരു ശ്രുതിയിൽ നിന്ന് ഇങ്ങനെ കളിക്കാന്ന് പറയില്ലേ, അതെനിക്കൊന്ന് ശ്രുതി വെച്ചിട്ട് തന്നെ ഓരോ പാട്ടും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എടുക്കണം, എന്തായാലും എടുക്കണേ. പിന്നെ ബാപ്പുക്ക് എനിക്ക് തോന്നുന്നു ബാപ്പുക്കാടെ ഈ ഒരു ട്രഡീഷണൽ ടൈപ്പിലേ ഞാൻ അധികം അങ്ങനെ കേട്ടിട്ടില്ല. അപ്പം അതിലും എനിക്ക് ആ ഒരു കൂട്ടിലെ എന്താ പറയുക, ഹനീഫയുടെയും ബാപ്പുക്കാൻ്റെയും കൂടിയുള്ള ഒരു കൂട്ടുകെട്ടല്ലേ, അതെനിക്ക് അതിലൊരു ഈ ഒരു പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഒരു കൊച്ചു കുട്ടിയല്ലേ പാടിയെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ ആ സെലക്ഷൻ, പിന്നെ മാഷ് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മെസ്സേജ്. എനിക്ക് തോന്നുന്നു അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ ഈ ഒരു പാട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ മെസ്സേജായിട്ട് ഇങ്ങനെ ഇത്രയും വരികൾ പറഞ്ഞിട്ടുള്ളൊരു പാട്ട് ഇതാണ് കേൾക്കുന്നതിന്. ഈ മറ്റേതൊക്കെ ഒരു ആർഭാടങ്ങൾ അല്ല, അങ്ങനെ തന്നെയാണല്ലോ നമ്മളെ കല്യാണങ്ങൾ അധികം പോണേ. അപ്പോൾ മോൻ എന്തായാലും ഒരു പാട്ടിലൂടെ ഒരു മെസ്സേജ് ശരിക്ക് പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോനാൽ കഴിയുന്നത് വിധം മോൻ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ബെറ്റർ ആവുക കേട്ടോ മോനെ. ഓക്കെ, താങ്ക് യു രഹനത്ത. അൻവർക്ക. ഫർഹാനെ പാടി, കുഴപ്പമില്ലാതെ പാടി. ഇത് സാധാരണ മാപ്പിളപ്പാട്ടിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാത്ത പാട്ട് പോലൊരു ഫീൽ അല്ലേ. സാധാരണ മാപ്പിളപ്പാട്ടിനൊരു ഒരു രീതിയുണ്ട്. അത് അല്ലാതെ വേറെ അങ്ങനെയൊക്കെ ഉള്ളൊരു ട്യൂണ് പെട്ടെന്ന് ആരുടെ മനസ്സിൽ വരുന്ന ഒരു മാപ്പിളപ്പാട്ടല്ല. പക്ഷെ അത് കൃത്യമായിട്ട് നീ സെലക്ട് ചെയ്ത് കുഴപ്പമില്ലാതെ പാടി എന്നേ പറയാൻ പറ്റും. നിനക്ക് ഒരു പാട്ട് ആരെയൊക്കെ ഇരുത്തി വ്യക്തമാക്കി വാക്കുകൾ പറഞ്ഞു കൊടുക്കും പോലെ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ ഒരു സ്റ്റൈലിൽ പറഞ്ഞു കൊടുക്കും പോലെ ഒരു ഫീല് നീ പാടിയപ്പോൾ അക്ഷരസ്ഫുടമായിട്ട് കൃത്യമായിട്ട് വാക്കുകൾ ഇങ്ങനെ എടുത്ത് വച്ച് പാട്ടുകായിരുന്നു നീ. അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചു പോയെന്നറിയാമോ, പാട്ടിനകത്ത് സ്വാഭാവികമായിട്ട് വരേണ്ടിയിരുന്ന ഫീൽ എവിടെയോ
ഫീലിന് എന്തൊക്കെയോ കുറവ് പറ്റിയോ പോലെ അങ്കിളിന് ഫീൽ ചെയ്തു. കേട്ടോ, നീ ഇതിൻ്റെ വരി തെറ്റിപ്പോകരുതേ. അത് കറക്റ്റായിട്ട് വരികൾ നീ ഇങ്ങനെ അടുക്കി പറക്കി പറഞ്ഞു കൊടുക്കും പോലെ പാടുമ്പോഴേ പാടി വന്നപ്പോൾ ചെറിയ ഒരു ഫീലിൻ്റെ ഒരു ഒന്ന് സ്ലിപ്പായതുപോലെ തോന്നി. കുഴപ്പമൊന്നുമില്ല, നന്നായി പാടി നീ. ബട്ട് പാട്ട് പഠിപ്പിക്കും പോലെ ഒരു ഫീല് പാടിയപ്പോഴേ വരികൾ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പോലെ ഒരു ഫീല്. നന്നായി പാടി, കുഴപ്പമില്ല, നന്നായി. താങ്ക് യു ഇക്ക. അപ്പം നമുക്ക് എന്തായാലും മാർക്കിലേക്ക് പോവാം. പക്ഷെ ഇവിടെ ആള് മൈക്കിൽ താങ്ങി ഇങ്ങനെയൊക്കെ നിൽക്കണേ. നീ തന്നെ ചോദിക്കും മാർക്ക്. നീ ചോദിച്ചിട്ട് മാർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിയാൽ മതി, ഞാൻ ചോദിക്കുന്നില്ല. ചോദിക്കാം. ഫൈസൽ മാഷ് എനിക്ക് മാർക്ക് തരൂ. മൈക്ക് അവനെ താങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. ആ മൈക്കും കൂടെ ഇല്ലെങ്കിൽ അവൻ തറ വീണു തന്നെ. അതെ, മാർക്ക് തരൂ. മാർക്ക് വേണമല്ലേ? 38. 38 out of 40. ചോദിച്ചോ. റേനത്ത മാർക്ക് എന്താ അപ്പൊ തരട്ടെ മാർക്ക്? 38. 38 out of 40 and അൻവർക്ക. ഫർഹാനെ, ആ ഞാൻ വേറെ ഒരു രീതിക്ക് നമുക്ക് മാർക്ക് വേണ്ടേ? ആ ഞാനൊരു പാട്ട് പറയട്ടെ. ആ നീ കറക്റ്റായിട്ട് പാടിയ ഫുൾ മാർക്ക് തരും. ഓക്കെ. എവിടെയെങ്കിലും സ്ലിപ്പായ ഓരോ സ്ലിപ്പിന് ഇത്ര ശതമാനം വെച്ച് കുറയും. ഓക്കെ. റെഡി? ആ കണ്ണിൽ നീയാണ്, കണ്ണിൽ നീയാണ്, എൻ്റെ കൽബിൽ നീയാണ്, എൻ്റെ കൽബിൽ നീയാണ്, ഉള്ളിനുള്ളിൽ മായാതെന്നും, ഉള്ളിനുള്ളിൽ മായാതെന്നും, മുത്തേ നീയാണ്, മുത്തേ നീയാണ്, പൂവിൻ തത്തേ നീയാണ്. പൂവിൻ തത്തേ നീയാണ്. കണ്ണിൽ നീയാണ്, എൻ്റെ കൽബിൽ നീയാണ്, ഉള്ളിനുള്ളിൽ മായാതെന്നും, മുത്തേ നീയാണ്, പൂവിൻ സത്തേ നീയാണ്. അടിപൊളി മോനെ, എങ്ങ് സ്ലിപ്പായില്ല. പടച്ചോ നിന്റെ കൂടെ ഉണ്ട്. 20 മാർക്ക്. 20 out of 20. So on total നമ്മുടെ ഫർഹാന് കിട്ടിയിരിക്കുന്നത് 96 out of 100. ഹാപ്പി. അവനറിയാം ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് അവൻ ആദ്യം തന്നെ പ്രിപ്പയർഡ്. ഹാപ്പി. അപ്പോൾ ഇനി ഒരു പാട്ടും കൂടി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതിനും ബെറ്റർ ബെറ്റർ എന്ത് ചെയ്യും? നീ പറഞ്ഞിട്ട് പോയാൽ മതി. പ്രാക്ടീസ് ചെയ്ത് ഇനിയും ബെറ്റർ. എത്ര മാർക്ക് വാങ്ങും? 100 പറയേ. അത് കേൾക്കാൻ വേണ്ടി കൊതിച്ചിട്ടാ ഞാൻ ചോദിക്കണേ. ഒരു ഫർഹാനെ തള്ളി മറിക്ക്, എന്തെങ്കിലും പറഞ്ഞ്. 98. 98. 2 മാർക്ക് എനിക്ക് വേണ്ട, ഒരു 98 ഞാൻ വാങ്ങും. അപ്പൊ വാങ്ങിയിരിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ പാട്ടുകളൊന്നും കേട്ടിട്ട് നമുക്ക് മതിയാവുന്നില്ല. ഓരോരുത്തരും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല പെർഫോമൻസസ് ആണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത അവരുടെ പാട്ടുകൾ കേൾക്കാൻ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ആതിര സൈനിങ് ഓഫ് ഫ്രം നാസ്കോ സിമൻസ് പുത്തൻകുട്ടി കുപ്പായം പവർഡ് ബൈ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസന്റഡ് ബൈ കിവി ഐസ്ക്രീംസ്. ബൈ. ഇശലുകൾ പെയ്തു പെയ്തിറങ്ങണ്, മനസ്സുകളിൽ കുളിർ തിന്നലു തഴുകണ്, കുപ്പി വളക്കയ്യൊപ്പന മുട്ടണ്, കൊലുസുകളിൽ മണിതാളം തുള്ളണ്, മാപ്പിള പാട്ടിൻ ചെപ്പ് തുറക്കണ കുട്ടിക്കുപ്പായം, ഇത് കുട്ടിക്കുപ്പായം.